നമസ്കാരം. മിഠായി തെരുവിലെ ഹലുവ സഞ്ചാരങ്ങൾ. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. ഗവർണർ ഒരു വശത്തും സർക്കാരും SFI വിദ്യാർത്ഥി സംഘടനയും മറുപുറത്തുമായുള്ള ഗോഗോ വിളികളാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത്. കീ ജെയ് വാഴ്ത്തുപാട്ടുകളുമായി ഇരുവരുടെയും ഫാൻ ബോയ്സും അണിനിരന്നതോടെ കേരള രാഷ്ട്രീയ രംഗം കലങ്ങി മറിഞ്ഞു. കോഴിക്കോട് സർവകലാശാല ക്യാമ്പസിൽ താമസിക്കാനെത്തിയ ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ വരവേറ്റത് ഗോ ബാക്ക് മുദ്രാവാക്യങ്ങൾ എഴുതിയ SFI ബാനറുകളാണ്. ബാനർ കണ്ട് കലിതുള്ളിയ ഗവർണർ ജി അത് അഴിപ്പിച്ചിട്ടേ അടങ്ങൂ എന്നായി. രാത്രിയായിട്ടും ബാനർ നീക്കാത്തതിൽ ഗവർണർ കലിതുള്ളി. പോലീസിനെ വിരട്ടി. ബാനർ അഴിപ്പിച്ചിട്ടേ അടങ്ങൂ എന്നായി. കണ്ണു ചുമക്കണം, പല്ല് കടിക്കണം, മുഷ്ടി ചുരട്ടൻ, നാടി ഞരമ്പ് വലിഞ്ഞു മുറുകണ്, പേശികളാകെ ഉരുണ്ട് കയറാണ്. How these banners are there? And have you taken any action? ചങ്കിനകത്ത് താളമട്ടിക്കണ്, തക്കിട്ട മേളമട്ടിക്കണ്. How come this is here? I am asking you, if Chief Minister is staying here, you will allow this? തെയ്യും കാലം വെറക്കണ്, പെട്ടക്കണ്, തുട്ടിക്കണ്. പെരുത്ത് കയ്യാറാണ്, വെള്ളച്ചപ്പാട്ട് പോലെ ഉറഞ്ഞു തുള്ളാണ്. What is like that? What is like this? ഗവർണറുടെ വാഹനത്തിന് മുന്നിലെ കരിങ്കൊടി പ്രതിഷേധത്തിലെ അപകടം തിരിച്ചറിഞ്ഞാണ് വിദ്യാർത്ഥികൾ ബാനർ പ്രതിഷേധത്തിലേക്ക് തിരിഞ്ഞത്. ആരിഫ് മുഹമ്മദ് ഖാൻ കാറിൽ നിന്നിറങ്ങി വെല്ലുവിളിക്കുന്നതല്ല പ്രശ്നം. ഗവർണറുടെ വാഹനം ആക്രമിച്ചെന്നും സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർന്നെന്നും ഡൽഹിയിലെത്തി സ്ഥാപിക്കാൻ ഗവർണർക്ക് അവസരമൊരുക്കേണ്ട എന്നു കരുതി കാണും. അതിനാൽ ബാനർ ഞങ്ങൾ ഇനിയും കെട്ടും, നിങ്ങൾക്കെന്താ ചാൻസലറെ എന്നായി SFI വിദ്യാർത്ഥികൾ. നാളെ നേരം പുലരുന്നതിനകം ഈ ക്യാമ്പസിനകത്ത് നൂറുകണക്കിന് രാഷ്ട്രീയ ബാനറുകൾ SFI ഉയർത്തും. നൂറുകണക്കിന് ചോദ്യങ്ങൾ ആരിഫ് ഖാനെതിരെ, RSSനെതിരെ, ഈ ക്യാമ്പസുകളെ സംഘപരിവാരവൽക്കരിക്കുന്നതിന്, കാവ്യവൽക്കരിക്കുന്നതിന്, കാവ്യയിൽ പൊതിഞ്ഞ് ഞങ്ങളുടെ ക്യാമ്പസുകളെ തകർക്കുന്നതിനുള്ള ശ്രമങ്ങൾക്കെതിരെ ഈ ക്യാമ്പസിൽ ഉയരുക തന്നെ ചെയ്യും. എനിക്ക് സുരക്ഷ വേണ്ട എന്ന് പ്രഖ്യാപിച്ചു ഗവർണർ. എന്നിട്ട് കോഴിക്കോട് മിഠായി തെരുവിലേക്ക് വെച്ച് പിടിച്ചു. നേരത്തെ അവിടെ ഒരു ഗവർണർ ഷോയ്ക്കുള്ള സ്റ്റേജ് ഒരുക്കിയിരുന്നു. ഹലുവ കഴിച്ചും ഫോട്ടോ എടുത്തും കുട്ടികളെ വാരിയെടുത്തും ഗവർണറുടെ വക ഒരേ ഷോ. ലക്ഷ്യം 2, പ്രതിഷേധക്കാരെ ഞാനിവിടെയുണ്ട് എന്ന വെല്ലുവിളി. 2, നേരിയ പ്രതിഷേധമെങ്കിലും ഉണ്ടായാലുള്ള സുവർണ അവസരം. ആദ്യത്തേത് ഒത്തെങ്കിലും രണ്ടാമത്തേത് അത്ര ഏറ്റില്ല. ഗവർണറുടെ ഹലുവക്കട സന്ദർശനം ഒരു സംഘർഷവുമില്ലാതെ നടന്നു. So now I want to set things right. I do not need police protection. In fact, the Chief Minister can use the police. അദ്ദേഹത്തിന് ഇഷ്ടാനിഷ്ടം വെച്ചല്ല സുരക്ഷ കൊടുക്കുന്നത്. അത് ആ സ്ഥാനത്തിനുള്ള സുരക്ഷയാണ്. ആ സുരക്ഷ നിർബന്ധമായും കൊടുത്തിരിക്കും. കോഴിക്കോട് കടലമ്മ മുത്തണ കര കോഴിക്കോട് അലുവ മനസ്സുള്ളൊരി കോഴിക്കോട് വേണേ കണ്ടോളി ചങ്ങായി നമ്മടെ കോഴിക്കോട്. കായവറുത്ത് തരാടോ, കറുമുറ വയറ് നിറച്ച് കഴിച്ചോ, ദം ബിരിയാണി കഴിച്ച പിന്നെ സംഗതി നല്ല ഉസാറ്. കൽബില് തേനൊഴുകണ കോഴിക്കോട്. See the footage.
how people were loving, how they were affectionate, how they were showering their love on me. അവിടെ പോയി എല്ലാ കടകളിൽ കയറി അലുവ രുചിച്ച് നോക്കി, നന്നായി. പണ്ടത്തെ പോലെയല്ല ഇപ്പോഴുള്ള ഹലുവ, വെള്ളുപ്പല്ലുവ, ചുമന്നല്ലുവ, പച്ച നിറത്തിൽ പുത്തൻ ഹലുവ, നല്ല മൈദാ നെയ്യ് ഷുഗറും ചേർത്ത് ഉണ്ടാക്കുന്ന കോഴിക്കോടൻ ഹലുവ. അലുവ രുചിച്ച് നോക്കി, നന്നായി. അത് നമ്മുടെ മിഠായി തെരുവിനൊരു നല്ല പ്രശസ്തിയായി. മിഠായി തെരുവ് നേരത്തെ പ്രസിദ്ധമാണല്ലോ. മിഠായി തെരുവൊരു ബീവി, സൽക്കാരമിടുക്കുള്ള ബീവി, മീൻചന്ത വഴിക്കുന്നു കേറി, മഞ്ചുള്ള നടക്കാവ് താണ്ടി, പുതിയാപ്പ ബീച്ചില് കേട്ടോ ബാബുക്ക പാടണ പാട്ട്, കല്ലായി വീശണ കാറ്റില്ലോ സന്തോയം പൂക്കണ ചൂര്. ഈ ക്രമസമാധാന നില വളരെ ഭദ്രമായാലും ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി സാധാരണ പ്രോട്ടോക്കോളൊക്കെ ലംഘിച്ച് തോന്നിയ പോലെ ഇറങ്ങി നടക്കുന്നത് അത് അനുകരണീയമായ മാതൃകയല്ല. അത് ചെയ്തത് തീർത്തും തെറ്റായൊരു കാര്യമാണ്. കരിങ്കൊടി കാട്ടി ഡിവൈഎഫ്ഐക്കാരുടെ ജീവൻ രക്ഷാ ദൗത്യത്തിൻ്റെ ഇരകളായി മാറിയ യൂത്ത് കോൺഗ്രസുകാർക്ക് കൊല്ലത്തെത്തിയപ്പോൾ മനം മാറ്റം. അടികൊള്ളേണ്ടവരാണ് തങ്ങളെന്ന അപമാനഭാരം പാർട്ടി നേതൃത്വത്തിനെതിരെയുള്ള മുറുമുറുപ്പും സമ്മർദ്ദവുമായതോടെയാണ് കോൺഗ്രസിൻ്റെ തിരിച്ചടി തീസിസ് പ്രഖ്യാപനം വന്നത്. ഒരു കടലാസ് പോലും ചുരുട്ടി എറിയരുത് എന്ന വി ഡി സതീശൻ്റെ ഗാന്ധിയൻ മോഡൽ സമരം ആഹ്വാനം അറബിക്കടലിൽ എറിഞ്ഞു. അടിക്കടി തിരിച്ചടി കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന ഫിലോസഫിയിലേക്ക് കോൺഗ്രസ് മാറി. മുഖ്യമന്ത്രിയുടെ വാഹനം പോയിട്ടും മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റ് അടക്കമുള്ള വേറെ സംഘം സഞ്ചരിക്കുന്ന വാഹനം വന്നിട്ടില്ലെന്നല്ലേ, അത് കണ്ടില്ലല്ലോ പുള്ളി. വാഹനത്തിൻ്റെ മുന്നിൽ ആളുകൾ ചാടി വീഴാൻ ശ്രമിക്കുന്നത് കണ്ടു. അവരെ പോലീസ് തടയുന്നതും കണ്ടു. അതാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. കേരളം മുഴുവൻ, ലോകത്തുള്ള എല്ലാ മലയാളികളും കണ്ടു അദ്ദേഹത്തിന്റെ ഗൺമാൻ വന്ന് അടിക്കുന്നത്. അത് കാണാത്ത ലോകത്തിലെ ഏക മലയാളി കേരളത്തിലെ മുഖ്യമന്ത്രി മാത്രമാണ്. അത് രക്ഷിക്കാനല്ലേ, ജീവൻ രക്ഷിക്കാനല്ലേ. ഇനി ഞങ്ങളും ജീവൻ രക്ഷാപ്രവർത്തനം മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ ആരംഭിക്കേണ്ട സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ജീവൻ രക്ഷാ പദ്ധതികൾ കുറച്ചുകൂടെ ശക്തമായിട്ട് നടത്തണമെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഒരു വിചാരണ സദസ്സിൽ ഞാൻ പറഞ്ഞതാണ്. പിണറായി വിജയനോട് ഞാൻ പറയുന്നു, ഇനി ഇതുപോലെ അക്രമം ഉണ്ടായാൽ പ്രതികരിക്കും. കേരളത്തിൽ ഉടനീളം കോൺഗ്രസ് പ്രതികരിക്കുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട. ഏതായാലും ശക്തമായിട്ടുള്ള രീതിയിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തിരിച്ചടി ഉണ്ടാവും. പുതിയ തീസിസിൻ്റെ രാഷ്ട്രീയ പരീക്ഷണം യൂത്ത് കോൺഗ്രസിൻ്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിലായിരുന്നു. കൊല്ലത്ത് കണ്ടത് സാമ്പിൾ വെടിക്കെട്ട് മാത്രം. കലാശക്കൊട്ട് സെക്രട്ടേറിയറ്റ് പരിസരത്തായിരുന്നു. പക്ഷേ അരിശം തീർത്തത് പോലീസിനോടാണെന്നു മാത്രം. ഒരു കടലാസ് പോലും ചുരുട്ടിയെറിയരുത് എന്ന് യൂത്ത് കോൺഗ്രസ് KSUക്കാരോട് പറഞ്ഞവരാണ് ഞങ്ങൾ. ഞാനത് മാറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ മാർച്ചിൽ പങ്കെടുക്കുന്നത്. അതായത് എറിയല്ല എന്ന് പറഞ്ഞത് എറിയണം എന്ന് പറയാനാണ് ഞാൻ വന്നത് എന്നാണ് പരസ്യമായി അദ്ദേഹം പറയുന്നത്. തിരിച്ചടിക്കണം, തിരിച്ചടിക്കണം. തിരിച്ചടിക്കണം, തിരിച്ചടിക്കണം എന്ന് പറഞ്ഞാൽ അടിക്കണം, അടിക്കണം. തിരിച്ചടിക്കും, ഒരു സംശയവും വേണ്ട. എണ്ണി എണ്ണി അടിക്കും, എണ്ണി എണ്ണി അടിക്കും. ആരെ അടിക്കുന്ന? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞല്ലോ, കൊല്ലത്ത് വെച്ച് ഞങ്ങൾ അഭിപ്രായം മാറ്റി. അടിച്ചാൽ തിരിച്ചടിക്കും, കൊടുത്താൽ കൊല്ലത്തും കിട്ടും. അടിച്ചാൽ തിരിച്ചടിക്കും, കൊടുത്താൽ കൊല്ലത്തും കിട്ടും. ഒരാൾക്ക് മാത്രമുള്ള പഴഞ്ചൊല്ലല്ല,
ആ പഴഞ്ചൊല്ല് എല്ലാവർക്കും ബാധകമാണ്. എണ്ണി എണ്ണി അടിക്കും. എണ്ണി തിരിച്ചടിക്കാൻ പുറപ്പെടുമ്പോൾ സതീശ എണ്ണി കണക്ക് തീർക്കാൻ മറുഭാഗം ഉണ്ടാകും, നോക്കിക്കോ. കല്യാശ്ശേരിയിൽ നിന്ന് തന്നെ ഞങ്ങൾ തുടങ്ങും, ഒരു സംശയവും വേണ്ട. ഞങ്ങളുടെ നേരെ അടി തീരുമാനിച്ചിരിക്കുന്നു എന്നർത്ഥം. യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ഈ കുട്ടികളെ സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ ഉള്ള സ്ഥാനം വലിച്ചെറിഞ്ഞ് സന്യാസത്തിന് ഭീരുവാര് ധീരനാര് തർക്കം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലായി. ഭീരുവായതുകൊണ്ട് ഇൻസെക്യൂരിറ്റിയാണ്, അരക്ഷിതത്വ ബോധമാണ്. ആരെങ്കിലും കരിങ്കൊടി കാണിച്ചാൽ തന്നെ ആക്രമിക്കാൻ വരികയാണ് എന്നുള്ള ഭീതിയാണ്. നാണമുണ്ടോ ഈ ഭീരുവായ മുഖ്യമന്ത്രിക്ക്? ഞാൻ സതീശന്റെ അത്ര ധീരതയുടെ ആളാണെന്നൊന്നും ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല. ക്രിമിനലുകളുടെ അകമ്പടിയോടുകൂടി നിങ്ങൾ സഞ്ചരിക്കുന്നത് നിങ്ങൾ യൂത്ത് കോൺഗ്രസിനെ പേടിച്ചിട്ടാണോ? യൂത്ത് കോൺഗ്രസിനെ ആ പ്രതാപകാലത്ത് തന്നെ ഭയപ്പെടേണ്ടി വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു, 2-3 യൂത്ത് കോൺഗ്രസുകാര് കരിങ്കൊടി കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾ 1000 പോലീസുകാരുടെ ഇടയിൽ പോയി ഒളിക്കുക. അപ്പൊ ഞങ്ങൾ 1000 പേരെ കൊണ്ടുവന്നാലോ? ഭീരുവായ ഈ മുഖ്യമന്ത്രി സംസ്ഥാനം വിടും. ഭീരുവായ ഈ മുഖ്യമന്ത്രി സംസ്ഥാനം വിടും. പിന്നെ നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ട് തീർന്നില്ല, അത് ചെയ്താൽ പോലെ. ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെയും തോക്കുകൾക്കിടയിലൂടെയും നടന്ന കഥകൾ മുഖ്യന് പറയാനുണ്ട് ഏറെ. ഞാൻ പേടിച്ചെന്ന് പറഞ്ഞേക്ക് എന്ന് പ്രതിപക്ഷ നേതാവും. രാഷ്ട്രീയ സംവാദങ്ങൾ വെറും വീരവാദങ്ങളായി അതപ്പതിപ്പിച്ചിരിക്കുന്നു എല്ലാവരും കൂടി. നിങ്ങളുടെ അന്നത്തെ അനുയായിയാണോ നേതാവാണോ എന്ന് എനിക്കറിയില്ല. അന്ന് എൻ്റെ നേരെ വെടിയുതിർത്ത സംഭവമുണ്ട്. ആ കാലത്തും ഞാൻ അതിലെയൊക്കെ നടന്നിട്ടുണ്ട് സതീശ, അത് മനസ്സിലായില്ല. അന്ന് തന്നെ ആ കാലത്ത് തന്നെ പോലീസിന്റെ എല്ലാ സംരക്ഷണവും കിട്ടിയതുകൊണ്ട് ഒരു പീടികയുടെ മേലെ വെച്ച് ഞാൻ ആ ബസാറിലൂടെ നടന്നു പോകുമ്പോൾ എൻ്റെ നേരെ തോക്ക് ചൂണ്ടിയ സംഭവം ഉണ്ടായിരുന്നു. വെടിയൊന്നും വെച്ചില്ല, തോക്ക് ചൂണ്ടി. കരിങ്കൊടി കാണിച്ചാൽ അദ്ദേഹത്തെ ആക്രമിക്കാൻ വേണ്ടി വരികയാണ്, കൊല്ലാൻ വേണ്ടി വരികയാണ് എന്നാണ് പറയുന്നത്. എന്നിട്ട് വീരവാദം മുഴക്കുകയാണ്. ചെറുപ്പത്തിൽ ഒറ്റയ്ക്ക് നടന്നുപോയപ്പോ ആരോ തോക്ക് കാണിച്ചത്. എനിക്ക് തോന്നുന്നത് വല്ല 5 വയസ്സുള്ളപ്പോ നടന്നുപോയപ്പോ തൊട്ടടുത്തുള്ള വീട്ടിലെ ഏതെങ്കിലും കുട്ടി കളിത്തോക്ക് കാണിച്ചായിരിക്കും. അന്ന് ഞാൻ അതിനെക്കുറിച്ച് പരാതിപ്പെട്ടപ്പോൾ അന്നത്തെ DYSP എന്നോട് പറഞ്ഞിരുന്നത് അത് ഒരു കളിത്തോക്കായിരുന്നു. തൊട്ടടുത്തുള്ള വീട്ടിലെ ഏതെങ്കിലും കുട്ടി കളിത്തോക്ക് കാണിച്ചായിരിക്കും, അല്ലാതെ ആർക്കും ഒരു അറിവുമില്ല. കളിത്തോക്കോ ശരിയായ തോക്കോ എന്നൊന്നും അന്വേഷിക്കാൻ ഞാൻ പോയിട്ടില്ല. പക്ഷേ അതൊരു ക്രിമിനൽ താവളമായിരുന്നു. അതായത് വീരവാദം മുഴക്കാണ്. സതീശൻ മനസ്സിലാക്കേണ്ടത്, സതീശൻ പറയുന്ന ഭീരുവായ ഞാൻ ആ ക്രിമിനൽ താവളത്തിന്റെ മുന്നിലൂടെ ഒറ്റക്ക് നടന്നു പോവുകയായിരുന്നു. അതും മനസ്സിൽ വെച്ചോളൂ. പിന്നെ അതേ ഇടക്കിടക്ക് എനിക്ക് പേടിയില്ലെന്ന് പറഞ്ഞേക്കൂ എന്ന ഡയലോഗ്, അത് സോഷ്യൽ മീഡിയയിൽ മ്യൂസിക് ഒക്കെ ഇട്ട് കൊടുക്കാൻ നല്ലതാണ്. അപ്പൊ പേടിയുള്ളവരെ അങ്ങനെ പറയൂ, പേടിയില്ല. നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയുടെ വരവിന് ലഭിക്കുന്നത് വൻ ഹൈപ്പും സ്വീകരണവും. BGM ഒക്കെ ഇട്ട അണികൾ സോഷ്യൽ മീഡിയയിലും പ്രചരിപ്പിക്കുന്നു. പക്ഷേ ഇതൊന്നും അത്ര പിടിക്കാത്ത രാഷ്ട്രീയ എതിരാളികൾക്ക് മുഖ്യൻ്റെ വരവ് രാജാവിൻ്റെ എഴുന്നള്ളത്താണ്. താൻ പ്രജകളുടെ പാവം ദാസനെന്ന് മുഖ്യമന്ത്രിയും. തുറന്നിരിക്കുന്നത് സ്നേഹത്തിൻ്റെ ചെറിയ കടയും. ബഹുമാനായ മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞു. ടൈഗർ സൂപ്പർ സ്റ്റാർ
ഇയാളുടെ ധാരണ ഇയാൾ മഹാരാജാവെന്നാണ്. മഹാരാജാവ് എഴുന്നള്ളുമ്പോൾ ഒരു പ്രതിഷേധവും പാടില്ല. ஏய் இங்க நான் தான் கிங், நான் வச்சதான் ரூல்ஸ். அந்த ரூல்ஸ் என் இஷ்டத்துக்கு அப்பப்போ மாத்திட்டே இருப்பேன். அது கப்சிப்புன்னு கேட்டு ஃபாலோ பண்ணணும். அதை விட்டுட்டு ஏதாவது அடாவடித்தலை பண்ண நினைச்ச உன்னை கண்ட துண்டமா வெட்டி கழிச்சு போட்டுடுவேன். ஹொக்கம் ടൈഗർ കാ ഹുക്കും. ഇയാളുടെ ധാരണ ഇയാൾ മഹാരാജാവാണെന്നാണ്. ഞാനിവിടെ മുഖ്യമന്ത്രിയായിരിക്കുന്നത് ഏതെങ്കിലും വിഭാഗത്തിന് രാജാവായിട്ടല്ല. ഞങ്ങളെല്ലാവരും ജനങ്ങളുടെ ദാസരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ സതീശൻ കാണേണ്ടത് നമ്മളെല്ലാം മനുഷ്യരെ സ്നേഹിക്കാൻ പഠിക്കണം. ചിങ്കപ്പടയുടെ രാജാവേ, ഇടിമിന്നൽ പൊടിയുടെ രാജാവേ, ചുടുകാറ്റായി കത്തണ രാജാവേ, പടിവാള് ചുഴക്കണ രാജാവേ, ഇടനെഞ്ചു വിരിക്കണ രാജാവേ, പല പഞ്ച പിടിക്കണ രാജാവേ, കലി കൊണ്ടാൽ കടലിനു രാജാവേ, എലി കണ്ടാൽ പുലിയുടെ രാജാവേ. അങ്ങനെ മനുഷ്യരെ സ്നേഹിച്ചാൽ ആ സ്നേഹത്തിൻ്റെ ഭാഗമായി കൂടുന്നൊരു കൂട്ടായ്മയുണ്ട്. അതിലൂടെ ഉയരുന്നൊരു സാമ്രാജ്യവുമുണ്ട്. ആ സാമ്രാജ്യം സതീശന് അറിയില്ല. രാജാവേ, പുതുരാജാവേ, മഹാരാജാവേ, നാട്ടുരാജാവേ, രാജാവേ, നാട്ടുരാജാവേ, രാജാവേ. അതുകൊണ്ട് ഇവരെ അധികാരത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ഈ മഹാരാജാവിനെ താഴെ ഇറക്കുന്നത് വരെ വിശ്രമമില്ലാതെ നമ്മൾ പൊഴുതും. രാജാവെന്ന് മുഖ്യമന്ത്രിയെ വിളിക്കുന്നവർ കേൾക്കുക, ഇതിനേക്കാൾ വലിയ മഹാരാജാക്കന്മാരും ഏകഛത്രാധിപതികളും ചെങ്കോലും സിംഹാസനവുമായി വാഴുന്നിടത്താണ് ഇളംമുറ രാജാക്കന്മാരുടെ ഭരണവും. മുഖ്യൻ പിണറായി രാജാവല്ല, ദൈവത്തിൻ്റെ വരദാനമെന്ന ഭാഷാഭേദം മന്ത്രി വാസവൻ വക. ദൈവം കേരളത്തിന് നൽകിയ വരദാനമാണ് ഈ പിണറായി വിജയൻ എന്നാണ് സൂചിപ്പിച്ചത്. ദൈവം കേരളത്തിൽ നൽകിയ ആ വരദാനം എന്ന രൂപത്തിൽ കേരളം നെഞ്ചേറ്റ് നിൽക്കുന്ന ഈ മുഖ്യമന്ത്രിയെ തൊടാൻ സതീശനല്ല, സുധാകരനല്ല, കേരളത്തിലെ നിങ്ങൾ ഒന്നായ കരുതുള്ളി എഴുതിട്ട് വന്നാലും ഈ കേരളത്തിലെ ജനത സമ്മതിക്കില്ല. രക്ഷാകവചം തീർത്തു തന്നെ കൂടെ ഉണ്ടാവും. ദൈവമേ